ആമേൻ. ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, പ്രഭാഷകന്റെ പുസ്തകം 29:10. സഹോദരന് വേണ്ടിയോ നിന്റെ സ്നേഹിതന് വേണ്ടിയോ ധനം നഷ്ടപ്പെടുത്താൻ നീ മടിക്കരുത്. ധനം നഷ്ടപ്പെടുകയാണെന്ന് കരുതുകയും അരുത്. കാരണം നിന്റെ സഹോദരന് വേണ്ടി, നിന്റെ സ്നേഹിതന് വേണ്ടി വ്യയം ചെയ്യാനുള്ളതാണ് എൻ്റെ സമ്പത്ത്. എൻ്റെ സമ്പത്ത് നിന്റെ സമ്പത്ത്. കല്ലിൻ്റെ അടിയിലിരുന്ന് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. സഹോദരങ്ങളെ, സത്യസന്ധമായി ചിന്തിക്കുമ്പം മനുഷ്യന് അവനവന് വേണ്ടി ആശുപത്രിയിൽ കൊടുക്കാനോ ഉല്ലാസത്തിന് കൊടുക്കാനോ അവനവൻ ആഹാരം വാങ്ങിക്കഴിക്കുമ്പോഴോ പൊതുവെ 99.9% ആൾക്കാർക്കും അയ്യോ എൻ്റെ ആഹാരത്തിന് 400 രൂപയായല്ലോ, 600 രൂപയായല്ലോ, എൻ്റെ വസ്ത്രത്തിന് 2500 ആയല്ലോ എന്ന് പരിതപിക്കാറില്ല. എന്നാൽ സഹോദരന് വേണ്ടി ഒരു നാരങ്ങ വെള്ളം വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മളത് പറയും, നിനക്ക് ഞാൻ വാങ്ങിത്തന്ന് 15 രൂപയാണ് കളഞ്ഞത്, 15 രൂപയാണ് കളഞ്ഞത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സഹോദരനോ സ്നേഹിതനോ വേണ്ടി സമ്പത്ത് നഷ്ടപ്പെടുത്താൻ നീ മടിക്കരുത്. അഥവാ അങ്ങനെ നഷ്ടപ്പെടുത്തുമ്പോൾ അത് നഷ്ടമല്ല എന്ന് തിരിച്ചറിവ് ഭൂമിയിൽ അനേകർക്കുണ്ടാകേണ്ടിയിരിക്കുന്നു, എനിക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ആമേൻ. ആമേൻ. ആമേൻ.